ഈ കാണുന്നതാണ് ഇന്ത്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് ക്രൂയിസ് ലൈനായ കോഡേലിയ ക്രൂയിസസിന്റെ എംബ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ലക്ഷറി ക്രൂയിസ് ഷിപ്പ്. ഈ ലക്ഷറി ഷിപ്പിൽ 5 സ്റ്റാർ കാറ്റഗറികളുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളുമാണ് പാസഞ്ചേഴ്സിന് വേണ്ടി ഈ ക്രൂയിസിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ഷിപ്പിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഈ ഷിപ്പിൽ ഞങ്ങൾ ലക്ഷദ്വീപിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നാണ് നമ്മുടെ ക്രൂയിസ് യാത്രയുടെ 2ാമത്തെ ദിവസം. അപ്പോൾ ഇന്നാണ് നമ്മൾ ലക്ഷദ്വീപ് സൈറ്റ് സീയിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് ഷെഡ്യൂൾ ചെയ്യപ്പെട്ട ദിവസം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അതാണ് നമ്മുടെ ലക്ഷദ്വീപ് ഐലൻഡ്. വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ക്രൂയിസ് ഷിപ്പ് പോർട്ടിനേലും കുറച്ച് ദൂരെയാണ് മാറ്റി നിർത്തിയിട്ടിരിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ഷിപ്പ് കരയുടെ അടുത്തേക്ക് അടുപ്പിച്ചാലുണ്ടാകുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നമ്മുടെ ക്രൂയിസ് കുറച്ച് ദൂരെ മാറ്റിയാണ് നിർത്തിയിട്ടിരിക്കുന്നത്. നമ്മൾ ക്രൂയിസിലുള്ള പാസഞ്ചേഴ്സ് എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ചെറിയ ബോട്ടുകൾ ഈ ക്രൂയിസിൽ ഓൾറെഡി ഉണ്ട്. ഇതുപോലുള്ള ബോട്ടിൽ നമ്മൾ പാസഞ്ചേഴ്സ് അവിടെ നിന്ന് ബോർഡ് ചെയ്തിട്ട് നേരെ ഈ ബോട്ടിൽ കയറി ആ പോർട്ടിൽ കൊണ്ടിറക്കും. അപ്പോൾ 10 മണിയാണ് നമുക്ക് ലക്ഷദ്വീപിലേക്ക് പോകാൻ അലൗട്ട് ചെയ്തിട്ടുള്ള സമയം. അപ്പോൾ ശേഷം ലക്ഷദ്വീപിലെ കാഴ്ച. അപ്പോൾ ലക്ഷദ്വീപിലെ അഗത്തിയിലാണ് നമ്മുടെ ക്രൂയിസ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ക്രൂയിസിൽ തന്നെയുള്ള ബോട്ടിലാണ് നമ്മൾ ഐലൻഡിലേക്കുള്ള ട്രാൻസ്ഫർ അറേഞ്ച് ചെയ്തേക്കുന്നത്. ആ ബോട്ടിൽ കയറാനുള്ള ക്യൂയിൽ കൂടെ ഇങ്ങനെ നീങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഐലൻഡിലേക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ മെയിനായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഒന്ന് നമ്മുടെ റൂമിൻ്റെ കീ കാർഡ്, 2 ഐലൻഡിലേക്ക് എൻ്റർ ചെയ്യാനുള്ളൊരു എൻട്രി ടിക്കറ്റ്. അത് നമുക്ക് 2 രീതിയിൽ പർച്ചേസ് ചെയ്യാം. ഒന്ന് നമ്മൾ ക്രൂയിസ് ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റും. അത് കൂടാണ്ട് ഇപ്പോൾ നമ്മളങ്ങനെ പ്രീ ബുക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഷിപ്പിൽ കയറിയതിന് ശേഷം ഡെക്ക് നമ്പർ 5 നമ്മുടെ കസ്റ്റമർ സർവീസിൻ്റെ ഒരു ഏരിയ ഉണ്ട്. അവിടെ വെച്ചിട്ട് നമുക്ക് ആ ഐലൻഡിലേക്കുള്ള എൻട്രി ടിക്കറ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഫെയർ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കീ ഗാർഡുമ്മ ഒരു സ്റ്റിക്കർ പ്ലേസ് ചെയ്തൊക്കെയാണ്. കുറച്ച് നമ്പറുകളൊക്കെ ഉണ്ട്. അത് ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ റൂമിൻ്റെ കീ ഗാർഡ് കൊണ്ട് ഒരുപാട് സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ക്രൂയിസ് ട്രിപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ റൂം കീ ഗാർഡ്. നമുക്ക് ക്രൂയിസിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് വരും. ഒരുപാട് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഉള്ള ഷോപ്പുകൾ, ഡ്രസ്സിൻ്റെ ഷോപ്പുകളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കസിൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് നമ്മൾ ഫണ്ട് ക്യാഷ് ഉപയോഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാർഡിലേക്ക് നമ്മൾ റീചാർജ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പേയ്മെൻറ്റ് എടുത്താനായിട്ട്. അതേപോലെ തന്നെ ക്രൂയിസിൽ നിന്ന് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഈ കാർഡ് വെച്ചിട്ട് നമ്മൾ പഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ. അപ്പോൾ ഒരു 1 ഡേ ഫുൾ എക്സ്കർഷനുള്ള ഒരു ടൈമിംഗ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഐലൻഡിൽ നിന്ന് തിരിച്ച് ലാസ്റ്റ് ബോട്ടുള്ളത് 5:30-ക്കാണ്. ആ ഒരു 5:30-ക്ക് നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്ത് ക്രൂയിസിൻ്റെ പുറത്തിറങ്ങി അങ്ങനെ നമ്മൾ ആ ചെറിയ ബോട്ടിലേക്ക് കയറിയാണ്.
കപ്പലിൽ നിന്ന് നേരെ നമ്മളൊരു ബോട്ടിൽ കയറി, ബോട്ടിൽ നിന്ന് നേരെ ഒരു പോർട്ടിലേക്ക് കയറി, പോർട്ടിൽ ഉണ്ടായിരുന്ന ഒരു വണ്ടിയിൽ നമ്മൾ കയറി ഇതേ ഇപ്പം ഐലൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചുറ്റും ശ്രദ്ധിച്ചാൽ കാണാം, നമ്മുടെ ബീച്ച് സൈഡിലൊക്കെ ഉള്ള വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലിയർ ബ്ലൂ കളർ വെള്ളമാണ്. അതിന് ജോഗ്രഫിക്കലായിട്ട് ഒരുപാട് റീസൺസ് ഉണ്ടെങ്കിൽ പോലും അത് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി അവിടുത്തെ ലക്ഷദ്വീപിലുള്ള ആളുകളും അതുപോലെ തന്നെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷനും എടുക്കുന്ന ഇനീഷ്യേറ്റീവ് അഭിനന്ദനാർഹമാണ്. ഞാനിതിപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊച്ചിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉള്ള കടലിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ ഉള്ള കടലിൻ്റെ അവസ്ഥയും നമ്മൾ മുംബൈയിൽ ചെന്നിറങ്ങുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന കടലിൻ്റെ അവസ്ഥ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മൾ ആദ്യം വന്നിറങ്ങിയത് ഒരു ബീച്ച് സൈഡിലാണ്. നമ്മൾ ഇറങ്ങിയ പോർട്ടിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ മാക്സിമം ഉണ്ടാവുള്ളൂ ഈ ഒരു ബീച്ച് സൈഡിലേക്ക്. അപ്പോൾ ഈ ബീച്ച് സൈഡിൽ നമുക്ക് ബീച്ച് വ്യൂ എക്സ്പീരിയൻസും അതുപോലെ തന്നെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസിനുള്ളൊക്കെ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ലക്ഷദ്വീപിലെ നേറ്റീവ്സ് നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തേക്കുന്ന കൾച്ചറൽ പ്രോഗ്രാംസ്, അതുപോലത്തെ അവരുടെ നാട്ടിൽ മാത്രം കണ്ടുവരുന്ന ചില കലാരൂപങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഉള്ളൊരു ഓപ്ഷനോട് നമുക്ക് ഈ ബീച്ചിലുണ്ട്. അങ്ങനെ പാമ്പ്, പട്ടി, കള്ളൻ ഈ വക സാധനങ്ങളൊന്നുമില്ല. നമ്മൾ ഈ ഒരു കൊച്ചു ദ്വീപിൽ നമ്മൾ ചെറിയൊരു സൈറ്റ് സീയിങ്ങിന് വേണ്ടി ഉള്ളിലോട്ട് ഇറങ്ങിയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷദ്വീപിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ബീച്ച് സൈഡിലുള്ള വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് അതുപോലുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ഉള്ളിലോട്ട് ഇറങ്ങി ഇങ്ങനെ സഞ്ചരിക്കണം. നേരത്തെ പറഞ്ഞ മാതിരി പാമ്പ്, പട്ടി, അങ്ങനെ കള്ളൻ ഈ വക സാധനങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഒട്ടുമിക്ക വീടുകൾക്കും നമ്മുടെ നാട്ടിലെ പോലെയും വളച്ച് കെട്ടിയുള്ള വലിയ വലിയ മതിലുകളാവുന്നില്ല. സിമ്പിളായിട്ടുള്ള ലൈഫാണ്. അങ്ങനെ നമ്മൾ പോയി ഒരു കല്യാണ വീട്ടിലെത്തി. കല്യാണ വീടെന്ന് പറഞ്ഞാൽ കല്യാണ തലേന്നാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ നമ്മൾ അതിശയിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഭക്ഷണം പാചകം ചെയ്യുന്നതൊന്നുമല്ലോ ഉള്ള എല്ലാ കാര്യങ്ങളും അവിടുത്തെ വീട്ടുകാരും നാട്ടുകാരും സഹകരിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. ശരിക്കും പറഞ്ഞാൽ ലൈഫ് എങ്ങനെ സിമ്പിളാക്കാം എന്നുള്ളൊരു കാര്യം നമുക്ക് ഈ ലക്ഷദ്വീപിലെ ആൾക്കാരുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. കല്യാണമൊക്കെ കഴിഞ്ഞ് വധുവും വരനും പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ സൽക്കരിക്കുന്ന ഒരു പരിപാടി നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ അവിടെയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ വധുവിൻ്റെ വീട്ടുകാർ വരന് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവമാണ് ഈ ഉമ്മമാരുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് കേലാഞ്ചി എന്നാണ് അവർ പറഞ്ഞത്. അതൊരു മധുര പലഹാരമാണ്. വധുവും വരനും വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഈ ഒരു പലഹാരം കൊടുക്കുന്നത് അവിടുത്തെ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു ആചാരമായിട്ടാണ് അവർ കൊണ്ട് നടക്കുന്നത്. നല്ലൊരു ബീച്ച് സൈഡ് കിട്ടിയപ്പോൾ വ്ളോഗ് ചെയ്യാൻ നോക്കിയതാണ്. പക്ഷെ മൈക്കോണൊക്കെ മറന്നായിരുന്നു, സൗണ്ട് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ലക്ഷദ്വീപിലെ സൈറ്റ് സീയിങ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ക്രൂയിസിലോട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് അവിടുത്തെ ആൾക്കാരായിട്ട് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി, അവരുടെ കൾച്ചർ മനസ്സിലാക്കാൻ പറ്റി, അവരുടേതായിട്ടുള്ള ആർട്ട് ഫോംസ് നമുക്ക് കാണാൻ പറ്റി, അതുപോലെ തന്നെ ബീച്ച് എക്സ്പീരിയൻസ് എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു ഇന്നത്തെ. നമ്മൾ ഐലൻഡിലേക്ക് പോകാൻ ഉപയോഗിച്ച ബോട്ടും അതേപോലെ തന്നെ പ്ലാറ്റ്ഫോം നേരെ അഗത്തി ഐലൻഡിലെ പോർട്ടിലായിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ അത് അങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുപോകും. ബോട്ട് ഈ ക്രൂയിസുമ്പോൾ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് ഷോർ എക്സ്കർഷൻ്റെ ടൈം കഴിഞ്ഞ് അപ്പോൾ ആ ബോട്ട് തിരിച്ച് ക്രൂയിസിലോട്ട് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാണാനൊരു കൗതുകമുള്ള കാഴ്ചയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ക്രൂയിസിലുള്ള ക്രൂ മെമ്പേഴ്സിൻ്റെ ഒരു കൂട്ടായിട്ടുള്ള ഒരു എഫേർട്ടാണ്. ബോട്ട് ഫിക്സ് ചെയ്യേണ്ട ഒരു ഹുക്കുകളുണ്ടാകും. ഹുക്കുമ്പോൾ കെയർഫുള്ളായിട്ട് ബോട്ട് ഫിക്സ് ചെയ്ത് പിന്നെ ഒരു മെഷീൻ വെച്ച് ലിഫ്റ്റ് ചെയ്യണം. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാനൊരു ഭംഗിയാണത്.
Vai,